സുഹൃത്തുക്കളെ നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഏകദേശം 46,000-ഓളം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങളുടെ വർക്കുകൾ ഷെയർ ചെയ്യുക, പരമാവധി അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലും അവിടെ വരുന്ന ഫോട്ടോസ് ഒരു വീഡിയോ ആയിട്ട് ഇവിടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടൊക്കെ ആയിട്ട് നിങ്ങളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ എല്ലാവരും സഹകരിച്ച് ഞാൻ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് മാറും. ഒരു കാലത്ത് അത് വളരെ നല്ല കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇപ്പൊ അതിനകത്ത് ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ട്യൂട്ടോറിയൽസ് ഒന്നും തന്നെ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വരവും പോക്കൊക്കെ ആൾക്കാരുടെ കുറവാണ്. പരമാവധി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ഗ്രൂപ്പ് ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്ന വിഷയം ആക്സിഡന്റൽ ക്രിയേറ്റീവ്. എന്താണ് ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശിക്കാരി ശംഭുവിന്റെ കഥകൾ നമ്മള് ബാലരമയിലൊക്കെ പണ്ട് വായിക്കുന്നതാണല്ലേ. ശിക്കാരി ശംഭു എങ്ങനെയും മരത്തിലൊക്കെ വലിഞ്ഞേറി താഴെ പോകുമ്പോൾ വെടിപൊട്ടിക്കഴിഞ്ഞാൽ കടുവയോ അല്ലെങ്കിൽ പുലിയോ പുള്ളി പിടിക്കുകയും ചെയ്യും അല്ലെ. അങ്ങനെയുള്ള പുള്ളിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒരു ഗുണമായി ഫലിക്കുന്ന ഒരു രീതിയാണ് ശിക്കാരി ശംഭുവിന്റെ കഥകളിൽ നമ്മൾ വായിക്കാറുള്ളത്. അതേ സംഭവത്തെയാണ് നമ്മൾ ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതായത് കുറെ കാലമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാര്യമായിട്ടൊരു എന്താ പറയാ വൈറലായ ഫോട്ടോയോ അല്ലെങ്കിൽ നല്ലൊരു റീച്ച് കിട്ടുന്ന ഫോട്ടോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല, എവിടെ എത്തിയില്ല. ഫോട്ടോ എടുത്തിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കല്യാണം ഫോട്ടോ എടുത്തിട്ട് ജീവിച്ചു പോകുന്നുണ്ട് എന്നല്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിന് മാത്രം കഴിവില്ലാത്ത അല്ലെങ്കിൽ അത്രയും ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള അത്രയും ഒരു സ്കില്ലില്ലാത്ത ഒരാളായിരുന്നു എന്ന് കരുതുക. പെട്ടെന്ന് അദ്ദേഹം അബദ്ധത്തിൽ പല ഫോട്ടോസ് എടുത്തതിൽ ഒരു ഫോട്ടോ കയറി ക്ലിക്കായി, അത് വൈറലായി, ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്ന വലിയ സംഭവമായി മാറി. അപ്പൊ പിന്നീട് അദ്ദേഹം കുറെ കാലമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഒരെണ്ണം ഇങ്ങനെ സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അതേ നിലവാരത്തിൽ അതുവരെയും അദ്ദേഹത്തെ അറിയാതിരുന്ന ആൾക്കാർ പിന്നീട് അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങും. പിന്നെ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ മികച്ച ചിത്രങ്ങളായിരിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അതേപോലെയുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേരുന്ന ഈ സംഭവത്തെയാണ് നമ്മൾ ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംഭവിക്കും. സിനിമയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. കാരണം അടിപൊളിയായിട്ട് ഒരു നല്ല സൂപ്പർ സിനിമ വരും, അതിനുശേഷം അങ്ങനെ ചെയ്യുന്ന എല്ലാ പടങ്ങളും വൻ പരാജയമായിരിക്കും. കാരണം ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല, ഒരു യാദൃശികമായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ വൻ ഹിറ്റായത്. പിന്നീട് അത് എല്ലാം തന്നെ വൻ പരാജയമായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്കില്ലുണ്ട്, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തുമ്പോൾ പിന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഒരു സിമിലർ സ്റ്റൈലിലേക്കായി മാറും. അത് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടെങ്കിലും ക്വാളിറ്റിയോ അതേപോലെ ക്രിയേറ്റിവിറ്റിയോ ഒക്കെ അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ യാദൃശ്ചികമായിട്ട് ക്യാമറ എടുത്ത് ആദ്യമായിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഒരെണ്ണം ഏതെങ്കിലും ഒരു വർക്ക് പെട്ടെന്ന് ക്ലിക്കാവും, മറ്റൊന്നും തന്നെ അതിന് മുൻപോ അതിന് ശേഷം ഒന്നും തന്നെ ക്ലിക്കാകാതെ പോകുന്ന ഒരവസ്ഥയാണ് ആക്സിഡന്റൽ ക്രിയേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിൽ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ സംഭവിച്ച ആൾക്കാർ. അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുള്ള ഒന്ന്, ഇപ്പൊ കുറെ കാലമായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഒരു ഫോട്ടോ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നീട് ഒരു വെഡിങ് ഒക്കെ ചെയ്യുന്നവരാണ്. വെഡിങ്ങിന് അവരെ വർക്കിന് വിളിക്കുമ്പോൾ അവർ ഇതേ രീതിയിലെ ഫോട്ടോ പ്രതീക്ഷിച്ച് സംതിങ് ക്രിയേറ്റീവായിട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ വിളിക്കുക. അത് കിട്ടാതിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ വർക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാതിരിക്കുമ്പോൾ പിന്നെ പുള്ളിക്കാരനെ വിളിക്കുന്നത് കുറയും, വെഡിങ് വർക്കുകൾ കുറവായി തുടങ്ങും. അതൊരു വലിയൊരു പ്രശ്നമാണ്. ദെൻ രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ ഡിപ്രഷൻ വന്നുകൊണ്ട്, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്വയം ഒരു എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ വന്നിട്ട് അതിലൂടെ ഫോട്ടോഗ്രാഫി ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ക്രിയേറ്റീവ് സൈഡില് നമ്മള് ഫോട്ടോഗ്രാഫർ ആവാൻ എല്ലാവർക്കും പറ്റും. ക്യാമറ എടുത്ത് ഉപയോഗിച്ച് ഫോട്ടോ പകർത്താൻ പറ്റുന്ന ഏതൊരു. പക്ഷെ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സിദ്ധി, നമ്മളൊരു ആർട്ട്, നമ്മളൊരു കലാകാരൻ നമ്മളെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ മാത്രമേ അതൊരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റൂ. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫറും നോർമൽ ഫോട്ടോഗ്രാഫറും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. നോർമൽ ഫോട്ടോഗ്രാഫർ കാണുന്നത് എന്തും ക്യാമറയിൽ പകർത്തുന്ന ഒരാൾ ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കാം. അത് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ആയാലും നോർമൽ ആയാലും ഫോട്ടോ എടുക്കാനാണ്. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ
മറ്റുള്ളവർ കണ്ട രീതിയിലായിരിക്കില്ല അയാൾ ചിത്രങ്ങൾ ആ ഒരു ഫ്രെയിമിനെ കാണുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടായിരിക്കും. മറ്റുള്ളവർ എല്ലാം കൂടി ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് വേറൊരു ആംഗിളിലൂടെ വേറൊരു വ്യൂ പോയിന്റിലായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. എല്ലാ ഫോട്ടോസും എല്ലാം ഒരു 100 പേര് ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ പോയാലും ഇങ്ങനെ എടുത്ത ഫോട്ടോ, ഈ ഒരു ക്രിയേറ്റീവായിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു കലാകാരൻ കുടികൊള്ളുന്ന ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് സംതിങ് ഡിഫറെന്റ് ആയിരിക്കും, മറ്റുള്ളവരെടുത്തതുപോലെ ആയിരിക്കില്ല. നോർമൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത എല്ലാം തന്നെ ഇതിൽ ഈ പത്ര ഫോട്ടോഗ്രാഫേഴ്സിൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. പത്രം അല്ലെങ്കിൽ ന്യൂസ് കവർ ചെയ്യുന്ന വീഡിയോഗ്രാഫേഴ്സിനെ ആയാലും ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചിലവരെ ഒട്ടുമിക്ക ക്യാമറമാനും ഒരേ ഡയറക്ഷനിൽ ഒരേ ആംഗിളിലായിരിക്കും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ചിലർ മാത്രം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് അതിന് മറ്റേ വീഡിയോസിനേക്കാൾ കൂടുതൽ ഒരു പ്രതീതി, ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാവും അതിന്. അങ്ങനെ അതാണ് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ളവരുടെ ഒരു പ്രത്യേകത. അവരുടെ ആംഗിളും കാര്യങ്ങളും ചിന്തയും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിഡന്റൽ ക്രിയേറ്റീവ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ആക്സിഡന്റൽ ക്രിയേറ്റീവ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഇത് കൊള്ളാം, ഒരു സംഭവമായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോ അവിടെ പെട്ടെന്ന് റിലീസ് ചെയ്യരുത്. വെഡിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരും, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊരു ഫ്രീലാൻസ് അല്ല ഹോബിയിസ്റ്റ് ഒക്കെ ആണെങ്കിൽ, അമേച്ചർ ആണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ പെട്ടെന്ന് റിലീസ് ചെയ്യാതെ അത് നിങ്ങളുടെ മാസ്റ്റർ കളക്ഷനിൽ സൂക്ഷിച്ചു വയ്ക്കുക. എല്ലാ ഫോട്ടോസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അനാവശ്യം കാണാൻ അർഹതയില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ ഫോട്ടോ പ്രദർശിപ്പിക്കരുത് എന്നതാണ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഓരോ ഫോട്ടോ കാണാനും ഓരോരുത്തർക്കും ഒരു നിശ്ചിത യോഗ്യത ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കും ഇത് ഒരു വല്ലാത്തൊരു തലത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും എല്ലാവർക്കും കാണാനുള്ള ഒരു അർഹത ഉണ്ടാവില്ല. അതിനിപ്പോ സിമ്പിളായിട്ട് പറയാം, നമ്മളെ ഫാമിലി ഫോട്ടോസ്, നമ്മളെ വീട്ടിലുള്ള ഫോട്ടോസ് നമ്മളെല്ലാവരെയും കാണിക്കില്ല അല്ലെ? എന്തുകൊണ്ടാ? അത് എല്ലാവർക്കും കാണാനുള്ളതല്ല, നമ്മുടെ പ്രൈവസി അതിനകത്തുണ്ട്. അതേ രീതിയിൽ തന്നെ നിങ്ങളിപ്പോ ഒരു സൂപ്പറായിട്ടൊരു ക്രിയേറ്റീവ് ഫോട്ടോ എടുത്ത് ഒരു സംഭവമായിരുന്നു, അത് ഒരു സ്ട്രീറ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടു. അത് 10-25 പേര് കോപ്പി ചെയ്ത് അവരുടെ പല പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തു, പല രീതിയിൽ പോയി. ഈ ഒറിജിനാലിറ്റി, അതിന്റെ റിയൽ ഉടമസ്ഥൻ നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന്, അതെല്ലാവരും കണ്ടുമടുത്ത ഒരു ചിത്രമായി മാറും അപ്പോഴേക്കും അല്ലെ? നിങ്ങളൊരു എക്സിബിഷൻ നടത്തിയിട്ട് അവിടെ പ്രിന്റ് ചെയ്തിട്ട് ഈ ഫോട്ടോ വയ്ക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കണ്ടതല്ലേ എന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ചോദ്യം അവിടെ വരും. അപ്പോൾ അത് ഒരു കണ്ടുമടുത്ത ചിത്രം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവില്ല. അതേ സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്, പക്ഷെ നിങ്ങൾ ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ അതിനകത്തേക്ക് വരുന്ന ആൾക്കാർ സംതിങ് ന്യൂ പ്രതീക്ഷിക്കുന്നത്, എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമേജ് അവിടെയാണ് നിങ്ങളുടെ ഈ സൂപ്പർ വർക്ക് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ അവർ ഈ എക്സിബിഷൻ കണ്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മതിപ്പ് ഒന്നുകൂടെ വർദ്ധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ കേസിലാണെങ്കിലോ, നിങ്ങളുടെ സൂപ്പർ വർക്കുകളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ എക്സിബിഷന് വന്നു പോയി കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോടുണ്ടായിരുന്ന ആ മതിപ്പ് അതുപോലെ തുടരുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ മതിപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഫേസ്ബുക്കിലിട്ട ഫോട്ടോ തന്നെയാണ് അവിടെ പ്രിന്റ് എടുത്ത് വെച്ചത് എന്ന രീതിയിലുള്ള ഒരു സംസാരമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന ടോപ്പിക്ക് ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങളുടെ മാസ്റ്റർ വർക്കുകൾ എല്ലാം തന്നെ എല്ലാവരുടെയും മുന്നിൽ ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളിപ്പോൾ പ്രൊഫഷണൽ പെയ്ഡ് വർക്കാണ് ചെയ്യുന്നത്, കസ്റ്റമറിന് കൊടുത്തേ മതിയാവുള്ളൂ, തീർച്ചയായിട്ടും കസ്റ്റമറിന് കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഒരു ഹോബിയിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മാസ്റ്റർ വർക്കുകൾ നിങ്ങൾ ഒന്ന് മാറ്റിവെക്കുക. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമേജുകൾ നിങ്ങൾ എല്ലാവർക്കും പബ്ലിക്കലി, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നീട് അത് വളരെ റെയറായിട്ട് വരുന്ന യുണീക്ക് ഈവൻസിൽ, വളരെ അപൂർവം ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർ മാത്രം വരുന്ന അങ്ങനെയുള്ള യുണീക്ക് ഈവൻസിൽ മാത്രം അത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന കുറ്റപ്പേര് കേൾക്കേണ്ടി വരില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഒരു ശരാശരി ഫോട്ടോസ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ് എന്ന് തന്നെ കരുതുക. എന്നാലും നിങ്ങളൊരു എക്സിബിഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിംഗും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എത്തിയിട്ട് അതിനകത്ത് ഈ ഫോട്ടോ കാണുമ്പോൾ അയാൾ നമ്മൾ കണ്ടതുപോലെയല്ല, അയാളൊരു സംഭവമാണ് എന്ന രീതിയിലേക്ക് ആൾക്കാരുടെ മുമ്പിലുള്ള ആ ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമേച്ചേഴ്സ് അല്ലെങ്കിൽ ഹോബിയിസ്റ്റുകൾക്ക്
പണമല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവർക്ക് പ്രശസ്തി, അതേപോലെ റെക്കഗ്നീഷനൊക്കെയാണ്, അവാർഡുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഹോബിയിസ്റ്റിന് വേണ്ടത് പണമല്ല, പ്രശസ്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശസ്തിക്ക് വേണ്ടി, പ്രശസ്തി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ഓരോ ഈവെന്റുകളും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ നിങ്ങൾ കാണിച്ച ഫോട്ടോസ് തന്നെ പ്രിന്റ് എടുത്തിട്ട് ഇവിടെയും കാണിക്കുകയാണെങ്കിൽ അവിടെ ഒന്നും പുതുമയില്ല. രണ്ടാമതൊരു എക്സിബിഷൻ നിങ്ങളിത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളും വരില്ല. കാരണം ഫേസ്ബുക്കിൽ അതങ്ങയുടെ ഫോട്ടോ എല്ലാം കാണുന്നതാണ്, പിന്നെ അതിൽ കൂടുതലൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് പറയും. എന്നാൽ നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള ഫോട്ടോസ് എക്സിബിഷനിലും ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ എക്സിബിഷന് ഒരു പ്രാവശ്യം വന്ന ഒരാളെങ്കിലും അഭിപ്രായപ്പെടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ അല്ല പുള്ളിയുടെ എക്സിബിഷൻ, അദ്ദേഹം ഒരു ജീനിയസ് ആണ് അല്ലെങ്കിൽ ഒരു റിയലി ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ ആണ് എന്ന രീതിയിൽ അഭിപ്രായം പങ്കുവെച്ച് തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളുടെ പ്രശസ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങളുടെ വളർച്ച ഓൾമോസ്റ്റ് ഇരട്ടിയായി വരും. ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആക്സിഡന്റൽ ക്രിയേറ്റീവ് ആകാതിരിക്കുക. ആക്സിഡന്റൽ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടുന്നതല്ല, പെട്ടുപോകുന്ന ഒരു സംഭവങ്ങളാണ്. ആക്സിഡന്റൽ ക്രിയേറ്റീവ് ആയിട്ട് ഫീൽഡ് ഔട്ട് ആയാൽ പിന്നീട് തിരിച്ചു വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി ഒരു ജോലിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.